ഒരു കുട്ടി കൃഷ്ണനെ കിട്ടി. അല്ല അങ്ങനെയല്ല, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന്ന് സാധിച്ചു. ഒരുപാട് രാവിലെയാണ് നമ്മൾ വന്നതല്ലേ, 5:30-6 മണിക്ക് മുന്നേ നമ്മളെത്തി. അപ്പോഴേ ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും സ്നേഹം, പ്രാർത്ഥന, അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതെപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷം. ലക്ഷ്മി ചേച്ചി മാത്രം. ഞാൻ പറയാം, പ്രൈവറ്റ് ഫംഗ്ഷൻ, അപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എനിക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമാണ്. എന്താ പറയാനുള്ളത്? ഒരു 7 ദിവസത്തിനകത്ത് പരിചയപ്പെടണം. 22, 23, 24, 25 ഇപ്പോഴാണ് നമ്മൾ മാരേജ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് മാറാനും എല്ലാത്തിനുള്ളൊരു സമയം നമുക്ക് കിട്ടി. അപ്പോൾ അത്രയും സമയം എടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിട്ട് കല്യാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇടുന്ന എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെഡ്ഡിങ് സാരി മാത്രം 2 വെഡ്ഡിങ് സാരി മാത്രം എംബ്രോയിഡറി സാരി എടുത്തു. പക്ഷെ അതിലെ ഹാൻഡ് വർക്കും ബ്ലൗസും എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു. സാരി എംബ്രോയിഡറി എടുത്തു. അതൊന്നും പറയാൻ പറ്റില്ല, ഷോർട്ട് ടൈമിൽ ചെയ്തിട്ടുള്ളത്. രാധാകൃഷ്ണ സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ രാധാകൃഷ്ണ സ്റ്റോറി ലൈനിൽ കൃഷ്ണയുടെ മുമ്പിൽ വെച്ചിട്ട് കല്യാണിക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഹണിമൂൺ ഉണ്ട്. ഹണിമൂൺ എവിടെയാണ്? 2 വർഷത്തെ 27 രാജ്യത്തെ ഒരു ഹണിമൂൺ. അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് ആണ്, മറൈൻ ഡ്രൈവിലാണ്. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. സോ ഈ അവസരത്തിൽ നമ്മുടെ കല്യാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ നന്ദി പറയുന്നു. എം ലോഫ്റ്റ്, പിന്നെ മെന്നിൻ ക്യൂ, പിന്നെ നമ്മുടെ എന്താ പറയുക, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, SK സൂരജ്, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ഇവൻറ്റ് ചെയ്ത എല്ലാവരും, ഇത് ചെയ്യുന്നത് മാരിറ്റസ് വെഡ്ഡിങ് ആണ്. സോ അങ്ങനെ എല്ലാവരും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നു.